ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നിട്ട് നമ്മള് 4 പേരും കൂടി ബീച്ചിലും പാർക്കിലും അങ്ങനെ എവിടെയൊക്കെയാണോ പോകേണ്ടത് അവിടെ എല്ലാം പോവും. ഉറപ്പ്? സത്യം ചെയ്യമ്മേ. ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ച ആള് പെട്ടെന്നൊരു ദിവസം ചിറ്റമ്മയാവുക. കണ്ട നാള് മുതൽ ചേച്ചിയമ്മയെന്ന് വിളിച്ചത് അമ്മയെന്നും മാറ്റി വിളിക്കേണ്ടി വരിക. ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കാനുള്ള പ്രായം എന്റെ പപ്പി മോൾക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവളുടെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ? എനിക്ക് എന്ത് മറുപടിയാ അതിന് കൊടുക്കാൻ കഴിയാ? അനുജത്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് ദാനമായി കൊടുക്കുക. പറയിക്കാത്ത കുറ്റം അത്. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ചങ്ക് പൊട്ടി നിൽക്കേണ്ടി വരും. അവള് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാനാവാതെ പൊട്ടി നിൽക്കേണ്ടി വരും. കാശിന് വേണ്ടി മക്കളെ വിൽക്കുന്ന അമ്മമാരുടെ ഗണത്തിലേക്ക് അവൾ എന്നെ പെടുത്തില്ല. ഇത്രയും നാള് മറ്റു 2 പേരെ അച്ഛന്നും അമ്മയെന്നും വിളിപ്പിച്ചതിന് എന്ത് ന്യായീകരണം എനിക്ക് കൊടുക്കാൻ പറ്റുക? ഇരട്ടകളെ പോലെ കഴിയേണ്ടവരെ വേർപ്പെടുത്തി 2 കണ്ടതിന് സത്യം എന്നോട് ദേഷ്യപ്പെടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 പേരും തിരിച്ചറിവുള്ള കുട്ടികളാ. പപ്പി അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. കേട്ട സത്യങ്ങളും മനസ്സിലായിട്ട് ആ കുഞ്ഞു മനസ്സ് കരയാണ്, സന്തോഷിക്കണം. ഈശ്വര, എനിക്കറിയില്ല. സന്തോഷിക്കുകയാണെങ്കിൽ ഇതിനോടൊക്കെ അമ്മയെന്ന് വിളിച്ച് അവൾ ഓടി വരുമായിരുന്നല്ലോ. ഇല്ല, അവള് വരില്ല. അവക്കെന്നോട് ദേഷ്യമായിരിക്കും. ഇത്രയും കാലം അവളിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതിലുള്ള ദേഷ്യം. എന്തായാലും ആ ഭാരം ഒഴിഞ്ഞല്ലോ. ഇനി അതും താങ്ങി നടക്കണ്ടല്ലോ. കുറെ നാളത്തേക്കൊരു വഴക്കുണ്ടാവും. പിന്നെ എന്റെ മക്കളല്ലേ. എന്റെ സങ്കടം എന്റെ മക്കൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. പപ്പിയിൽ നിന്നും അമ്മ എന്നൊരു വിളി, അത് മതി ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടത്തിൽ നിന്നും എന്നെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റാൻ. അമ്മേ, 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 അമ്മേ. അമ്മേ, ചേച്ചിയമ്മയായിരുന്നു എന്റെ അമ്മേന്ന് എന്തിനാ എന്നെ മറച്ചു വെച്ചത്? ഞാനും സത്യം ഒരമ്മയുടെ അച്ഛന്റെ മക്കളാണെന്ന് സത്യം എന്തുകൊണ്ടാ ഞങ്ങളോട് പറയാതിരുന്നേ? എന്റെ മോള് പറ്റിപ്പോയി. ഈ അമ്മയ്ക്ക് ഒരബദ്ധം പറ്റിയതാ. എന്റെ പൊന്നുമോള് അമ്മയോട് ക്ഷമിക്കില്ലേടാ.
അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് അമ്മയ്ക്ക് പറ്റിപ്പോയതാ. അല്ലെങ്കിൽ എന്റെ പൊന്നുമോളെ ഞാനങ്ങനെ ഏൽപ്പിക്കുമായിരുന്നു. ഞാനും സത്യം ഒരമ്മയുടെ അച്ഛനെ മക്കളായിരുന്നെങ്കിലെന്ന് എത്രയോ വട്ടം ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ അത് സത്യായി അല്ലേ? നിങ്ങളെ അങ്ങനെ അകറ്റി നിർത്തേണ്ട കാരണമല്ല മോൾക്ക് പിന്നീട് പറഞ്ഞു തരാം. അന്നത് മോൾക്ക് മനസ്സിലാവും. ആകെ ഒരു സങ്കടം വിഷ്ണു അച്ഛനെ ഓർത്താ. അച്ഛന്ന് വിളിച്ചോണ്ട് എനിക്ക് ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ. മോളേന്ന് വിളിച്ചോണ്ട് എന്നെ നെറ്റിയില് എന്റെ വിഷ്ണു അച്ഛൻ എന്നെ ഉമ്മ വയ്ക്കാൻ പറ്റിയില്ലല്ലോ. എന്റെ മോളുടെ അച്ഛൻ വരും. ഈ സന്തോഷത്തിനിടയിൽ ഇരട്ടി സന്തോഷമായിട്ട് എന്റെ മോളുടെ അച്ഛൻ വരും. എന്നിട്ട് നമ്മള് 4 പേരും കൂടി ബീച്ചിലും അർക്കിലും അങ്ങനെ എവിടെയൊക്കെയാണോ പോകേണ്ടത് അവിടെ എല്ലാം പോവും. ഉറപ്പ്? സത്യം ചെയ്യമ്മേ. ഉറപ്പ്. ഇപ്പൊ തലയിറക്കൊന്നുമില്ലല്ലോ? ഇല്ല. പ്രഷർ ഒന്നും കുഴപ്പമില്ല, നോർമലാ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ പറഞ്ഞാ മതി. എങ്ങനെയുണ്ടടാ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. നിന്റെ തലവേദന മാറി. മാറാത്തത് എന്റെ തലവേദനയാ. അത് നിന്റെ കല്യാണം കഴിഞ്ഞാലേ മാറും. അതുകൊണ്ട് അത് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. അച്ഛാ, ഒരു കല്യാണം പെട്ടെന്ന് കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അല്ലെങ്കിൽ ഇപ്പൊ പോയി കെട്ടാനൊന്നും പറയുന്നില്ലല്ലോ. ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയതിനു ശേഷമേ നമ്മളത് നടത്തൂ.